ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നമുക്ക് കടയിലൊക്കെ കൊടുത്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള ബണ്ണുണ്ടാവുമല്ലോ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബണ്ണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും സാധനങ്ങളൊക്കെ വാങ്ങാനും എല്ലാത്തിനുള്ള പൈസ ഒക്കെ കയ്യിലുണ്ടാവട്ടെ. ആരെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം അവർക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പം അത് എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബിഗ് ബൺ തന്നെ വേണമെന്നില്ല, പക്ഷെ എന്നാലോ ചെറിയ ബണ്ണോ അതും പറ്റില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബിഗ് ബണ്ണാണ്. അപ്പോൾ ബിഗ് ബൺ എടുത്തിട്ട് ആദ്യം നമ്മൾ അത് ശരിക്ക് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കൽ കൂടെ ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടും. അപ്പോൾ ആ 2 പീസാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഒരു ഹെയർ ബാൻഡുമ്മക്ക് 2 പീസല്ല, 3 പീസോ 4 പീസോ വേണം. ഇനി നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ഈ പീസ് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചിട്ട് ഇത് വെച്ചെടുക്കുക. ശരിക്കും നമ്മൾ ഓർഗൻസ തുണി കൊണ്ടൊക്കെ അങ്ങനെ ചുറ്റിയെടുക്കണ പോലെയാണ് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ വരിക. ഇനി കൂടുതലായിട്ട് ഞാൻ പറയണില്ല, പറഞ്ഞാൽ എനിക്കൊരു അവസാനം കിട്ടൂല. അപ്പം അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വീഡിയോസിൽ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പം അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ചെയ്ത് ഞാൻ സ്റ്റോൺ ഷീറ്റൊക്കെ ഒട്ടിച്ചപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. ഞാൻ ഷോപ്പിലൊക്കെ കൊണ്ടുകൊടുത്തപ്പോൾ അവർ എന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഹെയർ ബണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്തെന്ത് സംഭവം എന്നൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹെയർ ബണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഇനി നിങ്ങളിത് കൂടുതലായിട്ട് കണ്ടു നോക്കൂ കേട്ടോ.